തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപ് തിരു റെയിൽവേ സ്റ്റേഷനിലെ അമൃത് ഭാരത് പദ്ധതി വഴിയുള്ള നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ നെട്ടോട്ടം. 18 കോടി രൂപയുടെ പണികളാണ് തിരൂരിൽ മാത്രം നടക്കുന്നത്. ഈ മാസം അവസാനത്തോടെ രാജ്യത്തെ അമൃത് ഭാരത് പദ്ധതി വഴി നടത്തിയ നവീകരണ പദ്ധതികളെല്ലാം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രധാന കവാടത്തിന്റെ മോടികൂട്ടൽ, ലിഫ്റ്റ്, മേൽപ്പാലം, പ്ലാറ്റ്ഫോം ഉയർത്തൽ, വൈദ്യുതീകരണ പ്രവൃത്തികൾ, മേൽക്കൂര സ്ഥാപിക്കൽ തുടങ്ങിയ പണികളെല്ലാം തീർക്കാനാണ് കരാറുകാർ നെട്ടോട്ടമോടുന്നത്. അതേസമയം പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ പണി ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. 18 കോടി രൂപയുടെ പണികളാണ് തിരൂരിൽ മാത്രം നടക്കുന്നത്. ജില്ലയിൽ ഏറ്റവും അധികം തുക വിനിയോഗിച്ച് നവീകരണം നടത്തുന്നതും തിരൂരിലാണ്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുൻപായി ഈ മാസം അവസാനത്തോടെ രാജ്യത്തെ അമൃത് ഭാരത് പദ്ധതി വഴി നടത്തിയ നവീകരണങ്ങളെല്ലാം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പ്രധാന കവാടത്തിന്റെ മോടികൂട്ടലിലാണ് പണിക്കാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. സ്റ്റേഷനകത്തും പണികൾ തകൃതിയായി നടക്കുന്നുണ്ട്. മേൽക്കൂര സ്ഥാപിക്കലും പ്ലാറ്റ്ഫോം ഉയർത്തലുമെല്ലാം അതിന്റെ ഭാഗമാണ്. വൈദ്യുതീകരണ പ്രവർത്തികളും കാര്യമായി നടക്കുന്നുണ്ട്. അതേസമയം 1ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് 2ലേക്ക് നിർമ്മിക്കുന്ന മേൽപ്പാലത്തിന്റെ പണി പാതിയായി കിടക്കുകയാണ്. ഇതുവരെ 1ാം പ്ലാറ്റ്ഫോമിൽ കാലുകൾ മാത്രമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനി 2ലേക്ക് നീട്ടിയെടുക്കേണ്ടതുണ്ട്. 2ാം പ്ലാറ്റ്ഫോമിലാണ് ലിഫ്റ്റ് നിർമ്മാണം നടക്കുന്നത്. 2 പ്രവൃത്തികളും ഉദ്ഘാടനത്തിന് മുൻപ് തന്നെ പൂർത്തിയാക്കാൻ തിരക്കിട്ട ഓട്ടത്തിലാണ് ജോലിക്കാർ. റെയിൽവേ സ്റ്റേഷന്റെ മാർക്കറ്റ് ഭാഗത്തെ കവാടത്തിന് സമീപം നിർമ്മിക്കുന്ന പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഇതിനൊപ്പം പ്രധാന കവാടത്തിന് സമീപത്തെ പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മാണവും നടക്കുന്നുണ്ട്.